ദൈവത്തിൻ്റെ കരുണ ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടല്ലോ അല്ലേ? കരുണ, ദൈവത്തിൻ്റെ കരുണയല്ലാതെ നമ്മൾക്ക് എന്താ ഉള്ളേ? നമുക്കൊന്നുമില്ല. ഈ ഭൂമിയിൽ ജനിക്കാനോ ജീവിക്കാനോ ഒന്നിനും യോഗ്യതയില്ലാത്തവരാ നമ്മൾ. തമ്പുരാൻ്റെ ഒറ്റ കരുണ കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്, ഇപ്പോൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ഒരു മൊമെൻ്റെങ്കിലും, ഒരു നിമിഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയാൽ പിന്നെ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഇല്ല. അത്രയ്ക്കും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം ഓരോ നിമിഷവും മനുഷ്യ മക്കൾ ജീവിക്കുന്നത്, ഈ ലോകം മുഴുവനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ലോകം മുഴുവൻ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഇന്നത്തെ തലമുറയ്ക്ക്, ലോകത്തിന് ഇല്ലാതെ പോയി. അതാണ് ഏറ്റവും ദുഃഖകരമായ ലോകത്തിൻ്റെ അവസ്ഥ, മനുഷ്യ മക്കളുടെ അവസ്ഥ. അവിടുത്തെ കരുണയിലൊന്ന് ആശ്രയിക്കാനോ ആ കരുണയിലൊന്ന് ശരണപ്പെടാനൊക്കെ മനുഷ്യ മക്കൾക്ക് സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് മാത്രം ഇന്ന് ലോകം ഒരുപാട് ദുരന്തങ്ങളിലൂടെ, ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ, വേദനകളിലൂടെ, സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത്, മനുഷ്യ മക്കൾ കടന്നു പോയിക്കൊണ്ട് ഇരിക്കുന്നത്. ഇനി ഈ തമ്പുരാൻ്റെ കരുണ നമുക്കറിയാം. ബൈബിള് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിള് പഠിക്കുമ്പോഴൊക്കെ ദൈവം ആദിയിലെ തന്നെ, അതായത് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത അന്ന് മുതൽ ദൈവത്തിൻ്റെ കരുണ മനുഷ്യ മക്കളുടെ മേൽ ദൈവം ഒഴുക്കാൻ തയ്യാറായിരുന്നു. കാരണം ദൈവത്തിൻ്റെ കരുണയില്ലാതെ തിരിച്ച് നഷ്ടപ്പെട്ട സ്വർഗരാജ്യം അല്ലെങ്കിൽ പറുദീസ വീണ്ടെടുക്കാൻ മനുഷ്യ മക്കൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം കാലത്തിൻ്റെ തികവിൽ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഈ മനുഷ്യ മക്കളെ നേടി എടുത്തത്. കരുണ തന്നെ അന്ന് തുടങ്ങി ദൈവത്തിൽ പ്രവർത്തിച്ചിരുന്ന ഭാവമാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ് കരുണയും നീതിയും. നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ, നമ്മുടെ മരണശേഷം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത് ദൈവത്തിൻ്റെ നീതി. ഇനി ഇങ്ങനെ കരുണയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഓർക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഇപ്പോൾ നമ്മൾ വലിയ ആഴ്ചയിലൂടെ കടന്നു വന്ന് അല്ലേ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, അങ്ങനെ കടന്ന് ഈസ്റ്ററും കഴിഞ്ഞാൽ നമ്മളിരിക്കണേ. അപ്പോൾ ഈ പെസഹ വ്യാഴാഴ്ച നമ്മളൊക്കെ അനുസ്മരിക്കുന്ന ഒരു രംഗമുണ്ട്, അതായത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ഭാഗം. അത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ ശരീരവും രക്തവും ഒക്കെ വിഭജിച്ച് നൽകുന്നതിൻ്റെ ഒരു അനുസ്മരണം നമ്മൾ അതിൽ കാണുന്നത്. അങ്ങനെ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ ചുറ്റും കൂടെ ആയിരിക്കുമ്പോൾ, ആ അത്താഴ മേശയിലായിരിക്കുമ്പോൾ അവിടെ ഇരുന്ന എല്ലാ ശിഷ്യന്മാരെയും ഈശോയ്ക്ക് അറിയായിരുന്നു അല്ലേ? എല്ലാവരും അറിയായിരുന്നു. ഒറ്റ കൊടുക്കാനുള്ളവൻ അതിനുള്ളിലുണ്ട്, തള്ളി പറയാനുള്ളവൻ അതിനുള്ളിലുണ്ട്, ഇനി ഓടി ഒളിക്കാൻ പാകത്തിൽ നിൽക്കണ എല്ലാവരും ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ ഈശോ തൻ്റെ ശരീര രക്തങ്ങൾ അവർക്ക് നൽകാൻ തയ്യാറാകുന്നത്. അതാണ് നമ്മൾ ആ പെസഹ വ്യാഴാഴ്ച ആ കാല് കഴുകി മുത്തൽ ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു ഭാഗം. അവിടെ ഈശോയുടെ കരുണ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ പറ്റില്ലേ? കാരണം ഈ ഇരിക്കുന്ന എല്ലാവരെയും അറിയായിരുന്നു. അറിഞ്ഞിട്ടും അവർക്ക് വേണ്ടിയാ നാളെ ഈശോ കുരിശിൽ മരിച്ച് തൻ്റെ ശരീര രക്തം നൽകുന്നത് അല്ലേ? അത്ര ബോധ്യത്തോടു കൂടിയ ഈശോ ആ അത്താഴ മേശയിൽ ആയിരുന്നത്. അപ്പോൾ ഈശോയുടെ കരുണ മാത്രമാണ്, സ്നേഹവും സ്നേഹത്തിൻ്റെ ഒരു മറുരൂപ കരുണ. ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു മറുരൂപമാണ് കരുണ. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ് സ്നേഹവും കരുണയും നിലനിന്ന് പോകുന്നത്. ആ ഈശോയുടെ കരുണ അന്ന് ആ ശിഷ്യന്മാരിലേക്ക് വർഷിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 10-ാം വാക്യം, അവനെ ക്ലേശങ്ങൾക്ക് അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാവപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും. അതിൽ ആ സന്തതി പരമ്പര എന്ന് ഉദ്ദേശിച്ചത് ഈ അത്താഴമേശയിൽ അന്നുണ്ടായിരുന്ന ശിഷ്യന്മാർ
ഈശോ കണ്ടപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാനിരിക്കുന്ന എല്ലാ മക്കളെയും കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അന്ന് ഉറ്റി പറഞ്ഞവരുടെ കൂട്ടത്തിലും തള്ളി പറഞ്ഞവരുടെ കൂട്ടത്തിലൊക്കെ നമ്മളുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് തന്നെയല്ലേ? അപ്പോൾ ഈശോ കാണിച്ച കരുണയില്ലേ, ആ കരുണയല്ലേ ഇന്നും നമ്മൾ അനുഭവിക്കണേ? അല്ലേ? ആ കരുണ തന്നെയാണ് നമ്മൾ ഇന്നും അനുഭവിക്കണേ. സങ്കീർത്തനം 31:20 വാക്യം. സങ്കീർത്തനം 31:20. അവിടെ ഈശോ പറയുന്നത് 31:20, അങ്ങ് അവരെ മനുഷ്യരുടെ കൂടാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്റെ വചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. സാന്നിധ്യത്തിൽ ഒളിപ്പിച്ചു, നിന്നാവചനങ്ങൾ ഏൽക്കാതിരിക്കാൻ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. അതാ കരുണ. അതല്ലേ ഇന്ന് നമ്മളൊക്കെ എല്ലാവരുടെ മുൻപിൽ നിൽക്കണത്? എൻ്റെ മുൻപിലിരിക്കണ നിങ്ങളോട് ഈ വചനം പറയുന്ന ഞാനൊക്കെ ഇന്ന് ഇങ്ങനെ നിൽക്കണത് അന്ന് തമ്പുരാൻ ആ അത്താഴമേശയിൽ തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ കാണിച്ച സ്നേഹം, അതിൻ്റെ മറുരൂപമായ ആ കരുണ തന്നെയാണ് ഇന്നും നമ്മളെയൊക്കെ സാന്നിധ്യം കൊണ്ടും കൂടാരത്തിലൊക്കെ മറച്ചു പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ആയിട്ടും നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? കരുണ നമ്മൾ ആശ്രയിച്ച് ചോദിച്ച് വാങ്ങും, അല്ലേ? നമ്മൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വന്ന് ഈശോയുടെ കരുണയിൽ വീണ്ടും ആശ്രയിക്കുമ്പോൾ കരുണ നമുക്ക് തരും എന്ന് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം അതിൽ നിന്ന് മാറാൻ പറ്റില്ല. സങ്കീർത്തനം 113 ഹെഡിങ് ഇങ്ങനെ: ഉന്നതനും കാരുണ്യവാനുമായ ദൈവം. ഉന്നതനും കാരുണ്യവാനുമാണ്. ഉന്നതൻ എന്നുള്ള ലെവലിൽ മാത്രം നിന്നെങ്കിൽ അത് പറ്റില്ല, പക്ഷെ കാരുണ്യവാനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതി നമ്മളെ പാപത്തിന് ശിക്ഷ തരാൻ തയ്യാറാവുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മളെ വെറുതെ വിടുന്നു. ഇതൊക്കെ നമ്മൾ പറയും, അല്ലേ? ഇപ്പം കരുണയുടെ തിരുനാളാവുമ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും. പക്ഷേ ഈ കരുണ അനുഭവിച്ച നമ്മൾ, അല്ലെങ്കിൽ അനുഭവിക്കുന്നു എന്ന് ബോധ്യമുള്ള നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? അത് ചിന്തിക്കേണ്ട കാലഘട്ടമാണ് ഈ കരുണയുടെ തിരുനാൾ. ഇന്ന് ലോകം മുഴുവൻ തിന്മയുടെ ആധിപത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അന്ധകാര ശക്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന നമ്മൾ ആ കരുണയെ പ്രഘോഷിക്കാൻ, അല്ലെങ്കിൽ ആ കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, ആ കരുണയിലൂടെ ലോകത്തെ രക്ഷിക്കാൻ എന്താ ചെയ്യുന്നത്? ഈ കരുണ ലോകത്തിന് കൊടുക്കാൻ, ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇന്ന് കരുണ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ തൻ്റെ സാന്നിധ്യത്തിലും കൂടാരത്തിലും മറച്ചു പിടിച്ച് നമ്മെ ഓരോരുത്തരെയും മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തിപ്പിടിക്കുന്ന, വില തരുന്ന ആ ദൈവത്തിൻ്റെ കരുണ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാനും നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? നമുക്കിതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? നമുക്കെങ്ങനെ തമ്പുരാൻ്റെ കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുക? അത് മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. നിർദയനായ ഭൃത്യൻ്റെ ഉപമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ആദ്യത്തെ ഭാഗം നമ്മൾ കാണുന്നത് 10,000 താലന്തുള്ള ഒരു വ്യക്തി കേണപേക്ഷിക്കുമ്പോൾ യജമാനൻ ഇളവ് ചെയ്ത് അവനെ വിടണം. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വാക്യത്തിൽ, അതായത് 27 ഇളവ് ചെയ്ത് അവനെ വിട്ട് കഴിഞ്ഞ് 28-ാമത്തെ വചനാവുമ്പോഴേക്കും, അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ് നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകനിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു. മതി. നോക്കിയേ, നമ്മൾ കരുണ അനുഭവിച്ചവരാ. നേരത്തെ വചനത്തിൽ നമ്മൾ കണ്ടത് സാന്നിധ്യം കൊണ്ടും കൂടാരത്തിലൊക്കെ മറച്ചു പിടിച്ച് സംരക്ഷിക്കപ്പെടുന്നു എന്നാ ബോധപൂർവം നമ്മൾ വചനം വായിച്ച് മനസ്സിലാക്കിയത്, അല്ലേ? എന്നിട്ട് ഇന്ന് നമ്മൾ പെരുമാറുന്ന രീതിയാ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:28 വചനം. തൻ്റെ സഹസേവകനോട് അവനോട് യജമാനൻ 10,000 താലന്ത ഉണ്ടായിരുന്നേ, അല്ലേ? അപ്പോൾ കേണപേക്ഷിച്ചപ്പോൾ നീ പോയിക്കോ എന്ന് പറഞ്ഞ് വിട്ടു. പക്ഷേ 100 ധനാറ് തരാനുണ്ടായിരുന്ന സഹസേവകനെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവന് പണം തരണം എന്ന് പറയാം. ഇത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ലോകത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവമല്ലേ? ആണ്.
നമുക്ക് ലഭിക്കുന്ന കരുണ, നമ്മൾക്ക് ലഭിച്ച തമ്പുരാൻ്റെ സ്നേഹം, അല്ലെങ്കിൽ നമ്മളെ സാന്നിധ്യം കൊണ്ടും കൂടാരത്തിലൊക്കെ ഒളിച്ചു പിടിച്ച് ഓരോ സമയം പരിപാലിക്കുന്ന, രക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുണ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:27-28 വചനത്തിൽ വ്യക്തമാക്കുന്നത്. ഇതില്ലാത്തത് കൊണ്ടാണ് ഈ കരുണയിൽ ആശ്രയിച്ചിട്ടും നമ്മളൊന്നും നന്നാവാത്തത്. കാരണം കരുണയിൽ ആശ്രയിക്കുമ്പോൾ ഈശോ കൃപ വർഷിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നുണ്ട്. പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റുന്നില്ല. ഞാൻ പോണ വഴിക്കേ പോകുള്ളൂ. ആരെന്ത് പറഞ്ഞാലും ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ പോകുള്ളൂ. എൻ്റെ ജീവിതത്തിന്, എൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക്, എൻ്റെ ബോധ്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കരുണ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കൂടെയുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാതെ പോകുന്നത്. ഇല്ലേ? അമ്മായിയമ്മോട്, നാത്തൂമാരോട്, പിന്നെ ഭർത്താക്കന്മാരോട്, ഇല്ലേ? എത്ര പേരോടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്? ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള സിസ്റ്റേഴ്സിനോട്, ഞങ്ങളുടെ സഹോദരിമാരോട്, കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരില്ല നമുക്കൊക്കെ ക്ഷമിക്കാൻ പറ്റാതെ പോണേ, ഉൾക്കൊള്ളാൻ പറ്റാതെ പോണേ. എവിടെയാ അപ്പം തമ്പുരാൻ്റെ കരുണ? നമ്മളെ തമ്പുരാൻ മറ നീക്കി കാണിച്ചാൽ, സാന്നിധ്യത്തിൽ ഒളിപ്പിച്ച് ആ മറ നീക്കിയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? അത് ഓർക്കാതെ നമ്മുടെ കൂടെയുള്ളവരോട് ചില വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിലോ, നമുക്ക് വരുന്ന അനുഗ്രഹം തടസ്സപ്പെടുത്തിയതിൻ്റെ പേരിലൊക്കെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ, ക്ഷമിക്കാതിരിക്കുമ്പോൾ, ഒഴിവാക്കുമ്പോൾ ഈ കരുണേനെ ഈ മത്തായിയുടെ സുവിശേഷം 18:27-28 വചനം നമ്മൾ ആവർത്തിക്കുക. എൻ്റെ ജീവിത രീതി മറ്റുള്ളവർക്ക് കരുണ പകർന്ന് കൊടുക്കുന്നതാണോ? അല്ലെങ്കിൽ എന്നെപ്പോലൊരു പാപിയെ ഉൾക്കൊള്ളുന്ന തമ്പുരാൻ്റെ മുമ്പിൽ എന്നെക്കാളും ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവരാവും. പക്ഷെ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നത്. അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരെ നമ്മൾ മാറ്റി നിർത്തും. അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തും. അവർക്കെതിരെ നമ്മൾ വിധി നടത്തും, കുറ്റം പറയും. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ കരുണയിൽ ആശ്രയിക്കും. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ, ഇന്നത്തെ ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരുണയുടെ ഫലമായ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ തടസ്സപ്പെട്ടു പോകുന്നത്, വ്യക്തികൾക്ക് തടസ്സപ്പെട്ടു പോകുന്നത്, കുടുംബങ്ങൾക്ക് തടസ്സപ്പെട്ടു പോകുന്നത്. എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും കടബാധ്യത മാറുന്നില്ല. കുടുംബത്തിന് അനുഗ്രഹമില്ല. ജോലി ശരിയാവുന്നില്ല. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, തമ്പുരാൻ കാണിച്ച കരുണ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാനുമായി ഇടപഴകുന്ന വ്യക്തികൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയോ? പറ്റിയില്ലെങ്കിൽ അത് തിരുത്തിയാൽ മാത്രം മതി നിൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ കടന്ന് തമ്പുരാൻ്റെ പക്കലെത്താൻ, അതിൻ്റെ ഫലം നിനക്ക് കിട്ടാൻ. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല, എത്രയാ പ്രാർത്ഥിക്കണം, എത്രയാ ത്യാഗം ചെയ്യണേ എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ച് ചിന്തിക്കുക. എൻ്റെ ഭാഗത്ത് കരുണ കൊടുക്കേണ്ടവർക്ക് ഞാൻ കരുണ കൊടുക്കാതെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പ് പറയുക. എന്ന് വെച്ചാൽ കരുണയുടെ ഏറ്റവും വലിയ വേദി കുമ്പസാരക്കൂട. ഓടണം, അങ്ങേക്ക് അവിടേക്ക് ഓടണം, അവിടെ ചെല്ലണം. ഞാൻ മാപ്പ് കൊടുക്കാത്ത വ്യക്തികളെ, ഞാൻ ഒഴിവാക്കി നിർത്തിയ വ്യക്തികളെ, ഞാൻ ക്ഷമിക്കാത്ത സാഹചര്യങ്ങളെ എല്ലാം ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ഈശോയുടെ കരുണ യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ കരുണ അനുഗ്രഹങ്ങളായി ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സാക്ഷികളായി നമുക്ക് മാറാൻ പറ്റും. അത് ദൈവത്തിൻ്റെ ഈ കരുണയുടെ പ്രത്യേകതയാണ്. ദൈവം നമ്മിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കരുണ നമ്മൾ കാണുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ, നന്ദിയുള്ള മക്കളായി വ്യാപരിക്കുമ്പോൾ, ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ സമൃദ്ധിയായിട്ട് ഉണ്ടാവും. ദൈവത്തിൽ നിന്ന് അനുഭവിച്ച ഈ കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ എനിക്ക് വന്ന വീഴ്ച, അത് ഞാൻ തിരിച്ചറിയണം. അത് കുമ്പസാരക്കൂട്ടിൽ ഞാൻ ഏറ്റുപറയണം. അതിന് പരിഹാരം ചെയ്ത് അനുഗ്രഹം വാങ്ങിക്കണം. ഇനി മിക്കായുടെ പുസ്തകം 7-ാം അധ്യായം 18 മുതൽ വാക്യങ്ങൾ, 18-20 വരെയുള്ള വാക്യം. തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന
അങ്ങേപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? ഇനി ഞാൻ പറഞ്ഞിട്ട് വായിക്കാം. നോക്കി, തമ്പുരാൻ്റെ നമ്മൾ ഇതുവരെ കണ്ട കാര്യം വചനത്തിലൂടെ പറയുന്നത്, നമ്മളോട് തമ്പുരാൻ കാണിച്ച കാരുണ്യം. ആ സങ്കീർത്തനം നമ്മളിപ്പോൾ വായിച്ചാൽ 31:20 കണ്ടില്ലേ? കൂടാരത്തിലെ സാന്നിധ്യത്തിലൊക്കെ മറച്ചു വെക്കുന്ന ആ ദൈവത്തിൻ്റെ അതേ രൂപ ഈ വചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നെ. അവശേഷിച്ച ഭാഗത്തോടെന്ന് പറഞ്ഞാൽ അന്ന് നമ്മ യേശയ്യാ 53:10 കണ്ടു. സന്തതി പരമ്പരയെ കണ്ടേ, തലമുറയെ കണ്ടേ. ആ തലമുറയാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാം ആ തലമുറയാണ്. ഈ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വച്ച് പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാവങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പൂർവ്വകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹാത്തോട് കാരുണ്യം കാണിക്കും. ഈ വചനഭാഗം നമ്മൾ ഇതുവരെ കേട്ട കരുണയെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നതാണ്. നമ്മുടെ അകൃത്യങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിച്ചു, അഗാധങ്ങളുടെ ആഴത്തിലേക്ക് അത് എറിഞ്ഞു, നമ്മുടെ പാപങ്ങളെല്ലാം എറിഞ്ഞു. ഇന്ന് ഇതിന് ശേഷം ഈ വചനത്തിലൂടെ കരുണയെക്കുറിച്ച്, ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിനെക്കുറിച്ച്, നമ്മൾ അനുഭവിക്കുന്ന കരുണയെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തിയ ദൈവം ഈ മിക്കായുടെ പുസ്തകം 6-ാം അധ്യായം 8-9 വചനങ്ങളിലൂടെ ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? കറക്റ്റായിട്ട് വചനത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇനി കരുണ അനുഭവിക്കുന്നു എന്ന് വ്യക്തമാക്കിയ നമ്മൾ ഇനി ചരിക്കേണ്ട മാർഗം ഇതാ. ഇത്രയും മാത്രമേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളൂ. ഈ മലാക്കി 7:18, 19, 20 പറഞ്ഞ പോലെ നമ്മുടെ പാപങ്ങളെല്ലാം എറിഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മൾ ഓരോ കുമ്പസാരം നടത്തുമ്പോഴും നമ്മുടെ ആ പാപമേഖല തമ്പുരാൻ നമുക്ക് മോചനം നൽകി, വിടുതൽ നൽകി, നമ്മളെ അനുഗ്രഹിച്ചു. അതിനുശേഷം പറയാ, ഇനി നീ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ: നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, വിനീതനായി ചരിക്കുക. ഇത് കർത്താവ് തന്നെ. ഇത് ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല. നീതി പ്രവർത്തിക്കുക. നീതി എന്ന് പറഞ്ഞാൽ എന്താ? അർഹിക്കുന്ന വ്യക്തിക്ക് അർഹമായത് അർഹിക്കുന്ന വിധത്തിൽ അർഹിക്കുന്ന സമയത്ത് കൊടുക്കുന്നതാണ് എന്ത്? നീതി. അതാണ് നീതി. ദൈവത്തിൻ്റെ നീതി അതാ. ദൈവത്തിൻ്റെ നീതി നമ്മൾ അനുഭവിക്കും. നമ്മുടെ മരണശേഷം നമ്മളത് അനുഭവിക്കുള്ളൂ. അർഹമായ വിധത്തിൽ കൊടുക്കും. അതായത് ഇപ്പം നമ്മുടെ പാപങ്ങളൊക്കെ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് മോചനം നേടി ദണ്ഡവിമോചന പ്രകാരം പരിഹാരമൊക്കെ ചെയ്താൽ അതനുസരിച്ച് അതെല്ലാം തമ്പുരാൻ മാറ്റിയിട്ടുണ്ടാവും. എവിടെയൊക്കെ പരിഹാരം ചെയ്യാതെ കിടക്കുന്നുണ്ടോ അതെല്ലാം പരിഹാരം ചെയ്യാനായി ശുദ്ധീകരണ സ്ഥലം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് തമ്പുരാൻ്റെ നീതിയാണ്. ഈ ഭൂമിയിലുള്ള മക്കളോട് നമ്മൾ കാണിക്കേണ്ട നീതിയാണ് എന്താ? അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്നത് കൊടുക്കുക. അർഹിക്കുന്ന വ്യക്തികൾക്ക്, അതെൻ്റെ ജീവിത പങ്കാളിയാവാം, എൻ്റെ മക്കളാവാം, എൻ്റെ അയൽപക്കത്തുള്ളവരാവാം, ഞാൻ വഴിയിൽ കണ്ടുമുട്ടുന്നവരാവാം. അവർക്ക് എന്താണോ ആവശ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ നീ പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ ആവശ്യങ്ങൾ നിന്നിലൂടെ നിറവേറ്റാൻ ആ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പുഞ്ചിരിയായിരിക്കും, ചിലപ്പോൾ സ്നേഹത്തോടുള്ള ഒരു വാക്കായിരിക്കും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വയ്യാതെ കയറി വരുന്ന ആൾക്കാർക്ക് എണീറ്റ് സീറ്റ് കൊടുക്കുന്നതായിരിക്കും. ഇന്ന് എന്തൊരു മടിയാണെന്നറിയോ? എത്ര ചെറുപ്പം പിള്ളേരായാലും എനിക്കേ ഇല്ല. നമുക്ക് അത്ഭുതമായി തോന്നുക. അത്രയും വയ്യാതെ കയറി വന്ന അമ്മമാരുണ്ടാവും. പക്ഷെ ഇവരൊന്നും കാണാത്ത പോലെ മൊബൈലിൽ നോക്കിയിരിക്കും. ഞാനപ്പോൾ മനസ്സിൽ വിചാരിക്കും, കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ്. നമുക്കങ്ങനെ തോന്നണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ തോന്നിപ്പിക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു പോയതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടം. അതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാവേയില്ല അർഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന്. ഇനി നോർമലായിട്ട് പ്രായമായി കയറി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ രോഗാവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.
പക്ഷേ നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ കയറി വരുന്ന വ്യക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും എണീറ്റ് കൊടുക്കുക. കാരണം ആ വ്യക്തിക്ക് ഏതെങ്കിലും രോഗാവസ്ഥ ഉണ്ടാവും, നിൽക്കാനോ ഇരിക്കാനൊക്കെ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പറഞ്ഞു തരും പരിശുദ്ധാത്മാവ്. ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയണേ. അങ്ങനെ പറഞ്ഞു തരും, എണീപ്പിക്കും, അറിയാതെ എണീപ്പിക്കും. സീറ്റിൽ മുള്ളുള്ള പോലെ എണീറ്റ് പോവും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന. അത് പരിശുദ്ധാത്മാവ് നീതി നടപ്പിലാക്കുന്നതാ. ആ വ്യക്തിക്ക് നമ്മളിലൂടെ കിട്ടേണ്ട നീതിയാ അത്. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ എത്ര കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിലൊക്കെ രോഗികളായ ആൾക്കാരുണ്ടാവും ഇല്ലേ? നമുക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും. രോഗികളായി അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇടവകയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരമ്മ പെട്ടെന്ന് സ്ട്രോക്ക് വന്നതാ. നടക്കണ കാലത്ത് നല്ല പുലിവീരത്തിയായിരുന്നു എന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞു കേട്ടു ഞങ്ങൾ ചെന്നപ്പോൾ. പക്ഷെ ഇപ്പോൾ കിടക്കണ കിടപ്പ് കണ്ട നമുക്ക് ഭയങ്കര വിഷമം തോന്നും. പക്ഷെ എനിക്ക് ആ ചേച്ചി പറഞ്ഞ കാര്യം എന്നെ നന്നായി സ്ട്രൈക്ക് ചെയ്തു. മരുമോള്, ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് ആ മരുമോള് ഈ അമ്മയിലൂടെ അനുഭവിച്ച വേദനകൾ കുറേ ഞങ്ങളോട് ഷെയർ ചെയ്തു. കുറേ നേരം കരഞ്ഞു. പക്ഷേ എന്നിട്ടും ആ ചേച്ചി പറഞ്ഞു, ഇപ്പം നോക്കേണ്ടത് ഞാനല്ലേ, എൻ്റെ അമ്മ ഇപ്പം കൊച്ചുകുഞ്ഞിൻ്റെ പോലെയാ, ഞാൻ നോക്കേണ്ടതല്ലേ. നോക്കി, ഇത്രമാത്രം വേദനയിലൂടെ കടത്തി വിട്ടിട്ടും ഈ വയ്യാതെ ആയിപ്പോൾ എൻ്റെ അമ്മേനെ നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ. എൻ്റെ അമ്മ ഇപ്പോൾ കൊച്ചുകുഞ്ഞിൻ്റെ പോലെ. നമുക്ക് പലർക്കും പ്രായമായവരെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെ ആവും. നമ്മൾ പഠിക്കുമ്പോഴൊക്കെ അറിയാം, കുഞ്ഞുങ്ങളും പ്രായമായവരും ഒരുപോലെയാണ്. പ്രായമാവുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരും. ഈ തിരിച്ചറിവൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷേ ആവശ്യമായ സമയത്ത് ആ തിരിച്ചറിവ് ഉപയോഗിച്ച് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട നീതി കൊടുക്കാൻ. ഇപ്പം എന്നോട് സംസാരിച്ച ഈ ചേച്ചി ശരിക്കും പറഞ്ഞ ഒരു അർഹത ഇല്ല ആ അമ്മയ്ക്ക് ഈ നീതി കൊടുക്കാൻ. കാരണം അമ്മ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും സാധാരണ വീട്ടിലൊരു സ്ത്രീ അധികം പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കും ഒന്നും പോയി പരിചയമൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു കണ്ടോ. ഞാൻ ചെയ്യേണ്ടതല്ലേ, എൻ്റെ അമ്മ ഇപ്പോൾ കുഞ്ഞിൻ്റെ പോലെയാ. ഭയങ്കര സന്തോഷം തോന്നി കേട്ടപ്പോൾ. ഇതൊക്കെയാ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നീതി. ഈ നീതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലുള്ള കൊടുപ്പിക്കും. ഇതിനെ നമ്മൾ പറയണേ പരോപകാര പ്രവൃത്തി, നന്മ പ്രവൃത്തി എന്നൊക്കെ. അത് നീതിയാ. അത് ദൈവത്തിൻ്റെ നീതി നമ്മളിലൂടെ പ്രകടമാകുന്നതാ. ഇതൊക്കെ തിരിച്ചറിയാനുള്ളൊരു മനസ്സ്, ആ തിരിച്ചറിയാനുള്ളൊരു കഴിവ് അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് മുതിർന്നവരെ ബഹുമാനിക്കുന്ന മക്കൾ വളരെ റെയറേ ഉള്ളൂ. 10 വീട്ടിൽ പോയി ഒരു വീട്ടിൽ കാണാൻ പറ്റും പാരൻസിനോട് ബഹുമാനം കാണിക്കുന്ന. അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ മൂത്തവരെ കണ്ടൊന്ന് ഇരിക്കണോടത്തുനിന്ന് പൊന്തും അല്ലേ. ഇന്നത്തെ തലമുറ അതുപോലും ചെയ്യില്ല. എത്ര കുഞ്ഞക്കാരിയാ, പക്ഷെ അതുപോലും ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ സെൻസ്, ഒരു വിവേകം, തമ്പുരാൻ്റെ ഒരു വിവേകം ഇല്ല നമ്മുടെ തലമുറയ്ക്ക്. മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനിക്കുക, ഒന്ന് എണീക്കുക എന്നുള്ളത് അത് മുതിർന്നവർക്ക് കൊടുക്കേണ്ടതാ. അവർക്ക് അർഹതപ്പെട്ടതാ. അതുപോലും കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് ഇന്ന് പറ്റുന്നില്ല. അതാണ് തമ്പുരാൻ ഈ വചനത്തിലൂടെ പറഞ്ഞ് നീതി പ്രവർത്തിക്കുക. കറക്റ്റാ. നോക്കിയ മനുഷ്യ നല്ലതെന്താന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. 1-ാം ക്ലാസ് തുടങ്ങി 12-ാം ക്ലാസ് വരെ വിശ്വാസ പരിശീലനം അതിലെല്ലാനും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോണ പ്രാർത്ഥനാ കാര്യങ്ങൾ അതിലൊക്കെ നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ചെയ്യേണ്ട വഴി തിരഞ്ഞെടുത്ത് ചെയ്യാൻ ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതിനുള്ളൊരു കഴിവ് ഇല്ലാതെ പോകുന്നു. അപ്പം നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക. ഈ നീതി പ്രവർത്തിക്കുമ്പോൾ അത് തന്നെ ഒരു കരുണയാണ് അല്ലേ. ആണ്. വയ്യാതായ ആൾക്കാരെ നോക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, സ്നേഹത്തോടുകൂടി ചെയ്യുന്നത് അത് നീതിയാണ്. അവർക്ക് അർഹതപ്പെട്ടതാണ് അല്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞ വീട്ടിലെ അമ്മായിയമ്മനെ മരുമോളും നോക്കുന്നത് നീതിയാ. അതൊരു കരുണയല്ലേ. നീതിയും കരുണയും ഒരുമിച്ചാ പോവാ. നീതിയും കരുണയും ഒരുമിച്ച് പോകും. ഇത് രണ്ടല്ല. അപ്പം കരുണ നഷ്ടപ്പെടുന്നിടങ്ങളിൽ നീതിയും നഷ്ടപ്പെടുന്നു. അപ്പം നമ്മളൊക്കെ കൊടുക്കേണ്ട കണക്ക് കരുണ കാണിക്കാത്തതിൻ്റെ മാത്രമല്ല, നീതി കൊടുക്കാത്തതിൻ്റെ. അപ്പോൾ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ ഇത് രണ്ടും നടക്കില്ലേ എന്ന് നോക്കി. ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ നമ്മളിനിയിപ്പോൾ ചെറുപ്പങ്ങളാണല്ലോ, അതായത് എണീറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ, മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഒക്കെ എന്താ സംഭവിക്കണേ?
അവർക്ക് നമ്മളെ തന്നെ വിധിക്കുന്നു എന്ന് വചനമുണ്ട്. മത്തായി 7:1 പറഞ്ഞു, വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടും. പക്ഷെ ഈ കരുണയുടെ, ഈ നീതിയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കിയ, അവരെ വിധിക്കുമ്പോൾ, അവർക്കെതിരെ കുറ്റം പറയുമ്പോൾ നമ്മളെ മറച്ചു പിടിച്ച തമ്പുരാനെതിരെ നമ്മൾ നിൽക്കുക അല്ലേ? അവരെ മറച്ചു പിടിക്കേണ്ടതല്ലേ നമ്മൾ? അല്ലേ? നമ്മളെല്ലാം തമ്പുരാൻ മറച്ചു പിടിച്ചേക്കണേ. ആ മറച്ചു പിടിക്കേണ്ടതിന് പകരം അവരെല്ലാവരുടെ മുൻപിലും നമ്മളങ്ങോട്ട് വ്യക്തമാക്കി കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് അവരോട് കാണിക്കണം. എൻ്റെ ദൈവം എന്നോട് കാണിച്ച കരുണ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക്, സഹോദരിക്ക് കൊടുക്കേണ്ടതായിരുന്നു. അവരെ മറച്ചു പിടിക്കേണ്ട സമയത്ത് മറച്ചു പിടിച്ച്, അതായത് കുറ്റം പറയാതിരിക്കുക, വിധിക്കാതിരിക്കുക. അത് കരുണ കാണിക്കണതിൻ്റെ അടയാളമാണ്, നീതി പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളമാണ്. ദൈവം നമ്മളോട് കാണിച്ച കരുണ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ അടയാളമാണ്. ഇനി ഇതൊക്കെ നമ്മൾ സാധാരണ മനുഷ്യർക്ക് സാധിക്കുമോ? വിധിക്കാതിരിക്കാൻ കുറ്റം ഭൂരിഭാഗം കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന കാര്യമായിരിക്കും അല്ലേ? വിധിക്കാതിരിക്കാൻ. ഇനി നമ്മൾ ഒരു പ്രാവശ്യം ഒരു വ്യക്തിയെ വിധിക്കാതിരുന്നാൽ അപ്പം തന്നെ നമുക്കെതിരെയുള്ള വിധി തമ്പുരാൻ മാച്ച് കളഞ്ഞിട്ടുണ്ടാവും. തമ്പുരാൻ അവിടെ മാച്ചിട്ടുണ്ടാവും. ബോധപൂർവ്വം ഒരു പ്രാവശ്യം നിൻ്റെ സഹോദരനെയോ നിൻ്റെ കൂടെയുള്ള ജീവിത പങ്കാളിയോ അമ്മായിയമ്മേനെയോ ആരെയൊക്കെ നീ വിധിക്കാതെ വിധിയിൽ നിന്ന് ഒഴിവായോ, ആ സമയം എൻ്റെ നേരെയുള്ള തമ്പുരാൻ്റെ വിധി മാച്ച് കളഞ്ഞിട്ടുണ്ടാവും. തമ്പുരാൻ മാച്ച് കളഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വിധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കുറ്റം പറയാതിരിക്കാൻ, ഇതൊക്കെ ഏറ്റവും കുഞ്ഞ കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഏറ്റവും കുഞ്ഞ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീണു പോവുക. ഈ സങ്കീർത്തന പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായം 12 തുടങ്ങി 14 വരെയുള്ള ഒരു വാക്യങ്ങളുണ്ട്. അത് ശരിക്കും ഒരു പ്രാർത്ഥനയാണ്. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും. മഹാ അപരാധങ്ങളിൽ നിന്നും ഞാൻ വിമുക്തനായിരിക്കും. ആ വചനം നോക്കി, അതൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തകൻ്റെ. നമ്മളത് എല്ലാ ദിവസവും ആ പ്രാർത്ഥന, ആ വചനങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാവും. അറിയാതെ പറ്റുന്ന, അപ്പോൾ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലേ, നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളറിയാതെ വിധിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആ ചിന്തനെ നമുക്ക് മാറ്റിത്തരും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയില്ലേ, പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഈ വചനം കൂടി ചേർത്ത് വയ്ക്കുക. അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണം. വിധിയൊക്കെ അറിയാതെ പറ്റി പോണതാ, കാണുമ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് വന്നു പോവും അല്ലേ? കുറ്റം പറയൽ പിന്നെയും നമുക്ക് നിയന്ത്രിക്കാം, എന്ന് വെച്ചാൽ വേണ്ടാന്ന് വെച്ച് വായ അടച്ച് നമുക്ക് തിരിച്ചു പോരാം. പക്ഷെ മനസ്സിൻ്റെ കാര്യം നമ്മുടെ കയ്യിലല്ല കൺട്രോളിരിക്കുന്നത്. അതുകൊണ്ട് തമ്പുരാനെ നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കൂടി ചേർത്ത്, ഇതിൻ്റെ അഭിഷേകം ഇന്നേ ദിനത്തിൽ എനിക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ദൈവത്തിൻ്റെ കരുണ അപ്പം നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കും. ദൈവത്തിൻ്റെ നീതി നമ്മളിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ ചോദിച്ച് വാങ്ങുമ്പോൾ അത് കൂടുതൽ ഫലദായകമാവാം. ഞാൻ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ച് കരുണയിൽ ആശ്രയിച്ച തമ്പുരാൻ്റെ കരുണ എന്നിലേക്ക് വർഷിക്കപ്പെടും. എന്ന് വെച്ചാൽ എൻ്റെ തെറ്റായ അവസ്ഥകൾ, പാപസാഹചര്യങ്ങളെല്ലാം ക്ഷമിക്കും. ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറും. അത് തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നതാ. തമ്പുരാൻ്റെ കരുണ, തമ്പുരാൻ്റെ വാഗ്ദാനം, അത് നടക്കും നമ്മൾ ആശ്രയിച്ചാൽ. പക്ഷേ തമ്പുരാൻ്റെ നീതിക്ക് മുൻപിൽ നമ്മൾ നിൽക്കേണ്ട ഒരു സമയം വരുമ്പോൾ, നമ്മൾ മരിച്ചു ചെല്ലേണ്ട സമയം വരുമ്പോൾ, ഈ നീതി വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ലഭിച്ച കരുണ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തേ പറ്റൂ. നമ്മൾ ലഭിച്ച കരുണ കൊടുക്കാത്തതാണ് നമുക്കെതിരെ തമ്പുരാൻ നീതിയായിട്ട് വരിക. തമ്പുരാൻ നീതിവിധിയാളനായിട്ട് വരുമ്പോൾ നമ്മൾ കാണിക്കാത്ത കരുണ, ലഭിച്ച കരുണ നമ്മൾ തിരിച്ചു കൊടുക്കാത്തത് മാത്രം ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ആ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. അതിൽ 18:33 പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ നീയും നിൻ്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ഈ വചനം മതി തമ്പുരാനെ നമ്മളെ നീതിപൂർവം വിധിക്കാൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിവിധിയുടെ മുൻപിൽ നിൽക്കണമെങ്കിൽ ഭൂമിയിൽ ബോധപൂർവം പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചിട്ടുള്ളവരാ വിശുദ്ധര്. നമ്മളൊക്കെ വിശുദ്ധരാവാൻ വിളിക്കപ്പെട്ടവരാ അല്ലേ? ഒരു വിശുദ്ധനും വിശുദ്ധയാകാനാ ഈ ഭൂമിയിൽ എന്നെ നിന്നെയൊക്കെ അയച്ചത്.
തമ്പുരാൻ അയച്ചത്. അത് മറ്റുള്ളവർക്ക് ഈ കരുണ നമ്മൾ കൊടുത്താൽ മതി. നമുക്ക് ലഭിച്ച കരുണ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ അവർക്ക് ലഭിക്കേണ്ട ദൈവത്തിൻ്റെ നീതി അവർക്ക് ലഭിക്കുകയും ചെയ്യും, നമ്മൾ തമ്പുരാൻ്റെ മുൻപിൽ നിലനിൽക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരു പ്രതിജ്ഞയും കൂടി എടുക്കണം. ഈ കരുണ എൻ്റെ കൂടെയുള്ളവർക്ക്, അർഹതപ്പെട്ടവർക്ക്, അർഹത എന്ന് നമുക്ക് പറയാൻ അവകാശമില്ല, എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഞാൻ കൊടുക്കും. ആ ഒരു പ്രതിജ്ഞയും കൂടി നമ്മൾ എടുക്കണം. അത് ഇന്നത്തെ ലോകത്തിന് ആവശ്യമാണ്. ഈ കരുണ ഇല്ലാത്ത പെരുമാറ്റങ്ങളാ ഇന്നത്തെ നമ്മൾ കാണണ എല്ലാ ന്യൂസുകളും, അല്ലേ? അല്ലേ? ചെറിയ കുട്ടികളെ വരെ എന്തു വേണമെങ്കിലും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇല്ല. പ്രായമായവർ ആരുന്നില്ല, എന്തും എങ്ങനെയും ചെയ്യാൻ മടിയില്ല. അതായത് ഈ കരുണയുടെ ഭാവം മനുഷ്യ മക്കളിൽ നിന്ന് പാടെ നീങ്ങിപ്പോയൊരു കാലഘട്ടം. അവനവൻ്റെ സ്വന്തം കാര്യം, സ്വന്തം സുഖം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സാക്ഷിയാണ് കരുണയുടെ തിരുനാളിൽ നമുക്ക് ലഭിച്ച കരുണ. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മളുമായി ഇടപഴകുന്ന വ്യക്തികളിലേക്ക് പകർന്നു കൊടുക്കുക. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഇങ്ങനെ നമുക്ക് സന്ദേശമായി തരില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ കരുണ പകർന്നു കൊടുക്കാൻ ഒരു പ്രതിജ്ഞ നമുക്ക് എടുക്കാം. ഈശോയോട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.